പാചകവാതക വില വർധനവ് ഹോട്ടൽ വ്യവസായത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു. ചിലവ് വർദ്ധിക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങളുടെ വില കൂട്ടാതിരിക്കാനാകില്ല എന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. പക്ഷേ പല ഹോട്ടലുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, നമുക്കറിയാം കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട പാചകവാതക ഇന്ധനം ഇന്ത്യയിലേക്ക് എത്താതിരുന്നൊരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ രീതിയിൽ ഈ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അടക്കം, പ്രത്യേകിച്ച് ഈ ചെറുകിട ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അടക്കം വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്ധനം എത്തുന്നു, ആ ചെറിയൊരു ആശ്വാസമാകുന്നു. അപ്പോൾ ഇതാ വീണ്ടും ഇന്ധന വില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുകയാണ്. പാചകവാതകത്തിൻ്റെ ഈ സൂചിപ്പിച്ചതുപോലെ ഈ തിരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരുന്നു, പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരുന്നു വില വർധനവ് പ്രഖ്യാപിക്കാൻ എന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാകും, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എങ്കിൽ കൂടിയും സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ച് ഈ ഹോട്ടലുകളൊക്കെ ആശ്രയിക്കുന്ന ഒരുപാട് സാധാരണക്കാർ, എന്താകും ഇവരുടെ ഭക്ഷണം? അഷ്ടിപ്പട്ടിണിയാകുമോ? സ്വപ്ന, എന്തായാലും ഈ അടുക്കളയ്ക്ക് തീയിടുന്ന ഒരു പരിപാടി തന്നെയാണ് ഇപ്പോൾ ഈ പാചകവാതക വില വർധനയുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി. നമുക്ക് അക്ഷരാർത്ഥത്തിൽ ആ നിലയ്ക്ക് തന്നെ പറയാം. ഒറ്റ ദിവസം കൊണ്ട് വർദ്ധിപ്പിച്ചത് 1000-ഓളം രൂപയുടെ വർധനവാണ്. ഈ കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ വില വർധനവ് ഉണ്ടായിരിക്കുന്നത് 1500 രൂപയോടടുത്ത് വിലയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ഒരു വ്യവസായം തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി, പാചകവാതകം ലഭ്യമല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പല ഹോട്ടലുകളും ഏതാണ്ട് അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് പോവുകയും പല ഹോട്ടലുകളും, ചെറുകിട ഹോട്ടലുകളൊക്കെ തന്നെയും അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും വിറകടുപ്പിലേക്ക് പോലും മാറേണ്ട സാഹചര്യം ഉണ്ടായി. അതിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ വീണ്ടും അത് അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. ഇപ്പോൾ ഈ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെ അത് കഴിഞ്ഞ് വീണ്ടും പാചകവാതകം ലഭ്യമായി തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വില വർധനവ് വലിയ രീതിയിലൊരു ഇരുട്ടടി പോലെ വീണ്ടും വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ആസാമിലേക്കും അപ്പം മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെയുള്ള നിരവധിയായിട്ടുള്ള ജോലിക്കാർ, ആ പ്രദേശങ്ങളിലുള്ളവരായിരുന്നു ഇവിടെ കൂടുതലായും ഉണ്ടായിരുന്നു. അവരൊക്കെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ തന്നെ തൊഴിലാളികളുടെ ഒരു ഷോർട്ടേജ് വലിയ രീതിയിൽ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെയും നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ വില വർധനയുടെ പേരിൽ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു വലിയ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ സിലിണ്ടറിന് ഒറ്റ തവണയായി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് 1000-ഓളം രൂപയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഏത് വിധേന നോക്കിയാലും ഇതിന്റെ ഒരു ഇത് മറികടക്കാൻ, ഏത് വിധേന ഇതിനെ ഈ ഒരു വിലക്കയറ്റത്തെ മറികടക്കാൻ വലിയൊരു ആശങ്ക തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇത് ഏത് രീതിയിൽ ഇപ്പോൾ ഇതിനെതിരായ ഒരു പ്രതിഷേധം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും നമുക്ക് ആ പ്രതിഷേധത്തിലേക്ക് തന്നെ പോവുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ തന്നെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. എൻ്റെ പേര് മധുസൂദനൻ നായർ. നമുക്ക് ഇരുട്ടടി പോലെയാണ് ഈ കേരളത്തിലുള്ള ഹോട്ടലുകാർക്ക് ഈ വിലവർധന വന്നിരിക്കുന്നത്. കാര്യം പെട്ടെന്ന് ഏകദേശം 993 രൂപ കൂട്ടുക എന്ന് പറഞ്ഞാൽ 1000 രൂപ. എന്നാൽ ഇന്ന് 7 രൂപയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1000 രൂപയായിട്ട് ഇരിക്കുമായിരുന്നല്ലോ. അത് ചെയ്തില്ല. ഈ 1000 രൂപ കൂടുക എന്ന് പറഞ്ഞാൽ ഈ 1000 രൂപ മാത്രമല്ല കൂട്ടിയിരിക്കുന്നത്. ഒരു 4 മാസത്തിനിടയിലായിട്ട് ഏകദേശം 1500 രൂപയോളം വർദ്ധിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു ചായക്ക് 2-3 രൂപ കൂട്ടാം, മറ്റുള്ള ഐറ്റങ്ങൾക്ക് 5-6 രൂപ കൂട്ടാം. എന്നിരുന്നാൽ പോലും ഒരു ആവറേജ് ഒരു ഷോപ്പിൽ 2 സിലിണ്ടറെങ്കിലും വേണം. 2000-3000 രൂപ അധിക ചെലവ് വരികയാണ്. വളരെ കഷ്ടതയെ അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ഇലക്ഷന് മുമ്പായിട്ട്. ഇലക്ഷൻ 28-ാം തീയതി ഇലക്ഷൻ കഴിയുന്നത് വരെ അവർ നോക്കി നിന്നു. ഇരുട്ടടി പോലെയാണ് നമുക്കിത് നിറവേറ്റിയത് അവർ. അതാണ് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ് ഞങ്ങൾ. ഇന്ന് വൈകിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ ട്രിവാൻഡ്രം ഹോട്ടലിൻ്റെ അവിടുന്ന് GPO പന്തം കൊളുത്തി പ്രകടനവും 6-ാം തീയതി സംസ്ഥാനം ഒട്ടാകെയായിട്ട് കടകൾ 24 മണിക്കൂറും അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമരം ഇതിനൊരു പ്രതിവിധി അല്ലെങ്കിൽ തന്നെയും വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അതിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ
നമ്മുടെ ഈ യുദ്ധത്തിന്റെ സമയത്ത് പാചകവാതകം ലഭ്യമല്ലാതിരുന്ന സമയത്ത് പല ഹോട്ടലുകളുടെ മെനുവിൽ ഒരുപാട് കുറവുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു സംഭവം കൂടെ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് മറികടക്കാൻ കഴിയും? ഈ ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടിയാൽ തന്നെ എത്രമാത്രം കൂട്ടാൻ കഴിയും? ഞാനും ഒരു ഹോട്ടൽ ഉടമയാണ്. എൻ്റെ ഹോട്ടലാണ്. എൻ്റെ ഹോട്ടലിൽ ഇരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ഹോട്ടലിൽ പകുതി ഐറ്റങ്ങളില്ല, ചപ്പാത്തി പോലും ഇല്ല. കാര്യം ചപ്പാത്തി വേണമെങ്കിൽ ഡബിൾ ഗ്യാസ് വേണം, അങ്ങനെ മട്ടൺ വേണമെങ്കിൽ അതിന് ഡബിൾ. അതെല്ലാം ഞാൻ നിർത്തൽ ചെയ്തിരിക്കുകയാണ്. കുറച്ച് മെനുവിൽ പകുതിയോളം ഐറ്റങ്ങൾ ഉണ്ട്, വളരെ എളുപ്പമുള്ള ഐറ്റങ്ങൾ മാത്രമേ ഇപ്പം പാചകം ചെയ്ത് കിട്ടുന്നുള്ളൂ. കാര്യം അത്ര ബുദ്ധിമുട്ടാണ്. 2 സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ 6500 7000 രൂപ പോവുകയാണ്. ഞങ്ങളുടെ കച്ചവടത്തിൻ്റെ പകുതി ഭാഗം പോവുകയാണ്. അതുപോലെ സ്വിഗ്ഗി സൊമാറ്റോകൾ വരുന്നത്, അവരുടെ കമ്മീഷൻ 35-40% കമ്മീഷൻ കരുതി ഞങ്ങൾക്കൊന്നുമില്ല അതിൽ. അതാണ് ഞങ്ങളുടെ അവസ്ഥ. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണല്ലോ ഇത്തരത്തിലുള്ള ഹോട്ടലുകളെ പരമാവധി ആശ്രയിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണല്ലോ അവരും ഇതിൻ്റെ ഒരു ഈ കെടുതി അനുഭവിക്കുന്ന ആളുകൾ. തീർച്ചയായിട്ടും അവരും ഇതിൻ്റെ അനുഭവം അനുഭവിക്കുന്നവരായിരുന്നാൽ തന്നെയും ഞങ്ങൾക്കിതിൽ ഇപ്പം എന്തെങ്കിലും വില കൂട്ടാതിരിക്കാൻ പറ്റില്ല. കാര്യം വില കൂട്ടിയേ പറ്റൂ. ഞങ്ങൾ വില കൂട്ടിയാൽ എത്ര കൂട്ടേണ്ടി വരും? ഒരു ചായക്ക് 15 രൂപയാക്കാം, ഒരു വടയ്ക്ക് 15 രൂപയാക്കാം. ഈ 2 രൂപ 3 രൂപ കൂട്ടിയാൽ ഞങ്ങൾക്ക് ഒരു 3000 രൂപ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല ഈ അവസരത്തിൽ. അതാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട്. സ്വപ്ന, എന്തായാലും ഇത് വലിയ രീതിയിൽ ഈ ഒരു വ്യവസായത്തെ എത്രമാത്രം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ പോവുക എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. 6-ാം തീയതി സ്ഥാപനങ്ങളൊക്കെ തന്നെയും അടച്ചിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരത്തെ ഈ പ്രതിഷേധത്തിൻ്റെ കാര്യം അവർ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും വിലവർദ്ധനവിലൂടെ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാം. സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ചായക്ക് 2 രൂപ അല്ലെങ്കിൽ 3 രൂപ കൂട്ടിയത് കൊണ്ട് ഈ ഒരു വലിയ തുകയെ എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക എന്നുള്ളത്. ഒപ്പം തന്നെ നമ്മൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷം നിലനിന്ന സാഹചര്യത്തിൽ ഗ്യാസിന് പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിലൊക്കെ തന്നെയും ഈ പല ഹോട്ടലുകളുടെയും മെനുവിൽ വലിയ രീതിയിലുള്ള കുറവുകൾ, വളരെ പരിമിതമായിട്ടുള്ള സാധനങ്ങൾ മാത്രം കച്ചവടത്തിന് വെക്കുന്ന ഒരവസ്ഥയിലേക്ക് പോലും എത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ തൊഴിലാളികളുടെ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധികളൊക്കെ തന്നെയുമുണ്ട്. ഇതിനൊക്കെയും ഇടയിലാണ് ഈ ഒരു വ്യവസായത്തെ ഇത്രമാത്രം പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഇലക്ഷൻ കഴിയാൻ കാത്തിരുന്നത് പോലെ തന്നെ ഒരു തീരുമാനം ആ നിലയ്ക്ക് തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്.